സിദ്ധു പതിയെ ദിയയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആളുകൾക്ക് എന്തും പറയാൻ ദിയ, നിനക്കത് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്കറിയില്ലടാ, നമ്മൾ ബെസ്റ്റീസ് അല്ലേ. പക്ഷെ പപ്പക്ക് ഈ കമൻസ് വായിക്കുമ്പോൾ എനിക്കും തോന്നും നമ്മൾക്കിടയിൽ അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ദിയയുടെ മറുപടി കേട്ട സിദ്ധുവിൻ്റെ ഉള്ളിൽ ഒരു കടൽ തന്നെ ഇരമ്പി. പക്ഷേ അവനത് പുറത്തു കാട്ടിയില്ല. നീ കൂടുതൽ ആലോചിക്കാതെ വാ, ക്യാൻറ്റീനിൽ പോകാം. വിവേക്കും ഫാത്തിമയും അവിടെ കാണും. അവർ പതിയെ ക്യാൻറ്റീനിലേക്ക് നടന്നു. ക്യാൻറ്റീനിലെ ബഹളം ഒരു സംഗീതം പോലെയാണ്. അവിടുത്തെ ചായയുടെയും പരിപ്പുവടയുടെയും മണം ആരെയും കൊതിപ്പിക്കും. അവിടെ വിവേകും ഫാത്തിമയും ഒരു റീൽ ഷൂട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു. സിദ്ധുവും ദിയയും നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. ഹാ, കപ്പിൾസ് എത്തിയല്ലോ. വിവേക് അവരെ കളിയാക്കി. നീ ഒന്ന് നിർത്തുന്നുണ്ടോ വിവേകെ? ദിയ ദേഷ്യം അഭിനയിച്ചു. ആ നാൽവർ സംഘം അവിടെ ഇരുന്ന് പല തമാശകളും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. അന്ന് ഉച്ചയ്ക്കുള്ള ക്ലാസ്സിൽ സിദ്ധുവിൻ്റെ മനസ്സ് മുഴുവൻ ദിയയിലായിരുന്നു. അവൾ മുമ്പിലെ ബെഞ്ചിലിരുന്ന് നോട്ട്സ് എഴുതുന്നു. ഇടയ്ക്ക് മുടി ചെവി പിന്നിലേക്ക് ഒതുക്കുന്നു. അവളുടെ ഓരോ ചലനവും സിദ്ധുവിൻ്റെ മനസ്സിൽ ഒരു ഫ്രെയിം പോലെ പതിഞ്ഞു. അവൾക്കു വേണ്ടി അവൻ 1000 പാട്ടുകൾ ഉള്ളിൽ കരുതിയിരുന്നു. പക്ഷേ ഒന്നുപോലും പാടിയിട്ടില്ല. പേടിയാണ്. പ്രണയം തുറന്നു പറഞ്ഞാൽ ആ നിമിഷം മുതൽ അവളുടെ പെരുമാറ്റം മാറിപ്പോകുമോ എന്ന പേടി. വൈകുന്നേരം 4 മണി. വെയിൽ പതിയെ താഴ്ന്നു തുടങ്ങി. സിദ്ധുവും ദിയയും കൂടി കൊച്ചിയിലെ പിയറിലേക്ക് നടന്നു. സിദ്ധുവിന്റെ പ്രിയപ്പെട്ട ക്യാമറ അവന്റെ കയ്യിലുണ്ട്. നീ ഇവിടെ നിൽക്ക് ദിയ, ആ കടലിലേക്ക് നോക്കി ഒന്ന് ചിരിക്കൂ. ദിയ തിരിഞ്ഞു നിന്നു. കാറ്റ് അവളുടെ മുടിയിഴകളെ തഴുകി മാറ്റി. സ്വർണപ്രകാശം അവളുടെ മുഖത്ത് സ്വർണ്ണ നിറം പടർത്തി. സിദ്ധു ക്ലിക്ക് ചെയ്തു. ആ ഫോട്ടോയിൽ അവൾ വെറും ഒരു പെൺകുട്ടിയായിരുന്നില്ല അവന്. അവൾ ഒരു ദേവതയായിരുന്നു. സിദ്ധു, നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ? ദിയയുടെ പെട്ടെന്നുള്ള ആ ചോദ്യത്തിൽ സിദ്ധു സ്തബ്ധനായി നിന്നുപോയി. നീ എന്താ ദിയ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നത്? അല്ല, നീ എന്നെ നോക്കുമ്പോൾ, ഫോട്ടോ എടുക്കുമ്പോൾ നിന്റെ കണ്ണുകളിൽ പ്രത്യേക സ്നേഹം ഞാൻ കാണാറുണ്ട്. അതൊരു ഫ്രണ്ടിൻ്റേത് മാത്രമല്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. സിദ്ധു ഒരു നിമിഷം ആലോചിച്ചു. ഇതാണോ ആ നിമിഷം? പറയണോ വേണ്ടയോ? ദിയ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. വെറുമൊരു ഇഷ്ടമല്ല. എനിക്ക് നീയില്ലാതെ ഒരു നിമിഷം പോലും ആലോചിക്കാൻ കഴിയില്ല. നിന്റെ ചിരി കാണാൻ ഞാൻ പാടുപെടും. നിന്റെ മെസ്സേജ് വരാൻ ഞാൻ കാത്തിരിക്കും. പക്ഷെ നിനക്കതൊരു ബാധ്യത ആകരുതെന്ന് എനിക്കുണ്ടായിരുന്നു. സിദ്ധുവിൻ്റെ ശബ്ദം ഇടറി. ദിയ ഒന്നും മിണ്ടിയില്ല. അവൾ കടലിലേക്ക് നോക്കി നിന്നു. സിദ്ധുവിന് പേടിയായി. താൻ പറഞ്ഞത് തെറ്റായിപ്പോയോ? പെട്ടെന്ന് ദിയ തിരിഞ്ഞു നിന്ന് അവൻ്റെ കൈ പിടിച്ചു. എടാ പൊട്ടാ, നീ ഇത് എന്നോട് എന്നേ പറയേണ്ടതായിരുന്നു. നീ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ നീ എന്നെ ഒരു ബെസ്റ്റിയായി മാത്രമേ കാണുന്നുള്ളൂ എന്ന് ഞാൻ കരുതി. അന്ന് ആ കടൽ തീരത്ത് വെച്ച് അവരുടെ പ്രണയം പൂത്തുലഞ്ഞു. ആകാശം ചുവന്നു തുടുത്തു. ഓരോ വെള്ളത്തുള്ളികളും അവരുടെ പ്രണയത്തിന് സാക്ഷിയായി. പക്ഷേ ദിയയുടെ ഉള്ളിൽ ഒരു ആദി ഉണർന്നു. തൻ്റെ വീട്ടുകാർ,
തൻ്റെ ഭാവി. സിദ്ധു, നമുക്ക് ഈ പ്രണയം ഇപ്പോൾ ആരോടും പറയണ്ട. നമുക്ക് നമ്മുടേതായ ഈ ലോകത്ത് ജീവിക്കാം, ഒരു സീക്രട്ട് ലവ് സ്റ്റോറി പോലെ. നീ എന്ത് പറയുന്നു അതുപോലെ ദിയ. എനിക്ക് നിന്ന് കിട്ടിയല്ലോ, അത് മതി. സിദ്ധു അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. അവർ തിരികെ കോളേജിലേക്ക് നടക്കുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ഒരു കുടക്കീഴിൽ അവർ രണ്ടുപേരും ഒതുങ്ങി നിന്നു. നനഞ്ഞ മണ്ണും അവരുടെ പ്രണയവും തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളതുപോലെ. എന്നിട്ടും ഇത്രയധികം പ്രണയിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും അവർ പിരിഞ്ഞത്?